രോഗിയായി വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ജനാപത്തുകാരനായാൽ രോഗം മൂർച്ഛിക്കുമെന്ന് ഭയന്ന് തല കഴുകാതെ പൂർണ്ണ കുളി ഒഴിവാക്കാമോ? ജനാപത്ത് ആയത് സ്വപ്നസ്ഖലനമോ ഭാര്യയുമായുള്ള വീഴ്ചയോ ആയാൽ വ്യത്യസ്ത അവസ്ഥകളുമാണല്ലോ. ഒരാൾക്ക് ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പല രൂപത്തിലുണ്ട്. ഒന്ന്, നജസായ വസ്തുക്കളെ ശരീരം, വസ്ത്രം, നമസ്കരിക്കുന്ന സ്ഥലം എന്നിവയിൽ നിന്ന് മുക്തമാക്കുക. ഇതൊരു ശുദ്ധീകരണമാണ്. മറ്റൊന്ന്, വ്യക്തികളാണ് എങ്കിൽ ചിലപ്പോൾ കുളിക്കേണ്ടി വരും. അതിനാണ് വലിയ അശുദ്ധി എന്ന് പറയുക. ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു, സ്ഖലനം സംഭവിച്ചു, സ്വപ്നസ്ഖലനം സംഭവിച്ചു, ആർത്തവിരാമമുണ്ടായി, പ്രസവരക്തം വിരാമമുണ്ടായി, അപ്പോഴൊക്കെ കുളി നിർബന്ധമാണ്. മൂന്നാമത്, കുളിയുടെ ആവശ്യമില്ല, ഉളു നഷ്ടപ്പെട്ട അവസ്ഥ, ഹദസ് എന്നാണ് പറയുക. അപ്പോൾ ഉളു എടുക്കുകയും വേണം. അപ്പോൾ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല, അതിൽ നിന്ന് മുക്തനായിരിക്കണം. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഉളു ഇല്ലാത്ത അവസ്ഥ പാടില്ല, അയാൾ അതിൽ നിന്ന് മുക്തനായിരിക്കണം. ഇവിടെ ചോദ്യത്തിലുള്ളത്, ഒരാൾക്ക് വലിയ അശുദ്ധി സംഭവിച്ചു, അത് ഒന്നെങ്കിൽ ഭാര്യയുമായുള്ള ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു, ഇല്ലെങ്കിൽ അയാൾക്കൊരു സ്വപ്നസ്ഖലനമുണ്ടായി. അപ്പോൾ കുളിച്ചാൽ രോഗം മൂർച്ഛിക്കും എങ്കിൽ കുളിക്ക് പകരം തയമ്മം ചെയ്യാമോ എന്നാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെയുണ്ട് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ഇളവ് ഉണ്ട്, ആനുകൂല്യമുണ്ട് എന്ന്. അപ്പോൾ തയമ്മമിൻ്റെ ഒരു ആനുകൂല്യമാണ് ഒരാൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളം കിട്ടാതിരിക്കുക. രണ്ടാമത്, വെള്ളമുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. ഇപ്പോൾ ഒരാളുടെ കൈ ഓപ്പറേഷൻ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് വീണ് ശരീരത്തിൽ കയ്യിലാകെ മുറിവാണ്, അതിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പഴുക്കും, സ്വാഭാവികമായും ഇൻഫെക്ഷൻ വരും. അപ്പോൾ അല്ലെങ്കിൽ കയ്യിൽ ബാൻഡേജ് ഇട്ടിരിക്കുന്നു, ഉളുവിൻ്റെ അവയവത്തിൽ ബാൻഡേജ് ഇട്ടിരിക്കുന്നു, ഈ സമയത്തൊക്കെ ഒന്നുകിൽ തയമ്മം ചെയ്യുകയോ അല്ലെങ്കിൽ ബാൻഡേജ് ഇട്ട അവസ്ഥയാണെങ്കിൽ ജൗറം ആ ബാൻഡേജിൽ തടവുകയോ ചെയ്യാവുന്നതാണ്. ചോദ്യത്തിലുള്ളത്, വലിയ അശുദ്ധി സംഭവിച്ച ഒരാൾക്ക് കുളിക്കാൻ ഇത്തരം പ്രയാസമുണ്ടെങ്കിൽ തയമ്മം ചെയ്യാമോ എന്നാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, ഇദ്ദേഹം തയമ്മം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുമോ എന്ന് പറഞ്ഞാൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോകുമെങ്കിൽ കുളിക്ക് പകരം അയാൾക്ക് തയമ്മം ചെയ്താൽ മതി. ഒരു പക്ഷേ ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹുവിൻ്റെയും സംഭവം കാണാൻ സാധിക്കും. ഒരു യാത്രയിൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹുവിന് വലിയ അശുദ്ധി ഉണ്ടായപ്പോൾ അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് ഉളൂവിനാണെങ്കിൽ തയമ്മം ചെയ്താൽ മതി, കുളിക്കാണെങ്കിൽ ശരീരം മൊത്തത്തിൽ മണ്ണാകണം എന്ന് വിചാരിച്ച് മണ്ണിൽ കിടന്ന് ഉരുണ്ടു. കാരണം ഉളു ഉണ്ടാക്കാനാണെങ്കിൽ തയമ്മം ചെയ്താൽ മതിയെങ്കിൽ കുളിക്കാനാണെങ്കിൽ ശരീരം മൊത്തത്തിൽ മണ്ണാകേണ്ടതില്ലേ എന്നതാണ് ധാരണയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നമാ യക്ഫീകി ഹകദ, നിനക്ക് ഇപ്രകാരം ചെയ്താൽ മതിയായിരുന്നു, അഥവാ കുളിക്കുകയാണെങ്കിലും തയമ്മം ചെയ്താൽ മതിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രോഗം മൂർച്ഛിക്കും. ഉദാഹരണമായി ശരീരത്തിൽ വലിയ മാരകമായൊരു മുറിവുണ്ട്, അയാൾക്ക് വലിയ അശുദ്ധിയുമായി എങ്കിൽ കുളിച്ചു കഴിഞ്ഞാൽ വലിയ ഡേഞ്ചർ, അപകടമാണ്, രോഗം മൂർച്ഛിക്കും, അല്ലെങ്കിൽ മരണത്തിലേക്കെത്തും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത അവസ്ഥയിലേക്കെത്തുമെങ്കിൽ അയാൾക്ക് തയമ്മം ചെയ്യാവുന്നു. ഇതിന് സമാനമായി അബൂദാവൂദ് മറ്റൊക്കെ ഉദ്ധരിക്കുന്ന ചില ഹദീസുകൾ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഹാബിമാരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. യുദ്ധയാത്രയാണ്. അതിൽ ഒരു സ്വഹാബിക്ക് തലയ്ക്ക് മാരകമായ മുറിവേറ്റു. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഇഹ്തിലാം, സ്വപ്നസ്ഖലനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിശൈത്യമുണ്ട്, തലയിൽ മാരകമായ മുറിവുമുണ്ട്, അദ്ദേഹത്തിന് കുളി നിർബന്ധമായ സാഹചര്യവുമുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെനിക്ക് വല്ല ആനുകൂല്യം കാണുന്നുണ്ടോ? മറ്റുള്ള ആളുകളോട്, സഹായിമാരോട് ചോദിച്ചു, എനിക്ക് വല്ല കുളിയിൽ നിന്നും വല്ല ആനുകൂല്യം ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഒരു ആനുകൂല്യവും ഞങ്ങൾ കാണുന്നില്ല, കുളി നിർബന്ധമാണ്. അങ്ങനെ ഈ ഒരു ഫത്വ കൊടുത്തപ്പോൾ അദ്ദേഹം കുളിക്കുകയും രോഗം മൂർച്ഛിക്കുകയും മരണപ്പെടുകയും ചെയ്തു. സംഭവം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോൾ, ഖതലൂഹു ഖതലകുമുല്ലാ, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു,
എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അറിവില്ലായ്മയുടെ മരുന്ന് ചോദിക്കലാണ് എന്ന്. അപ്പോൾ ഈ ഹദീത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഉളു കുളിക്കുന്നതിന് പകരം ഒരാൾ ഇതേപോലെ മാരകമായ മുറിവുള്ള രോഗിയായ ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ ബാധിക്കും, രോഗം മൂർജിക്കും, മരണത്തിലേക്ക് എത്താം. എങ്കിൽ അയാൾക്ക് അതിന് പകരം തയമ്മം ചെയ്താൽ മതി. അത് ഭാര്യയുമായുള്ള ശാരീരിക ബന്ധമാകട്ടെ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനമാകട്ടെ എല്ലാത്തിനും ഇത് മതിയാകുന്നതാണ്. എന്നാൽ അല്പം കുറച്ച് തണുപ്പുള്ള രാജ്യത്താണ്, അല്ലെങ്കിൽ ഒരു ഡിസംബർ മാസത്തിലാണ് നമ്മുടെ നാട്ടിൽ ചെറിയൊരു തണുപ്പുണ്ട് എന്ന് വിചാരിച്ച് ഇസ്ലാമിലിങ്ങനെ ഒരു ഇളവുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഒരു വളച്ചൊടിക്കാൻ പാടില്ല എന്ന കൂട്ടത്തിൽ മനസ്സിലാക്കണം. രോഗം മൂർച്ഛിക്കുകയും ഒരുപക്ഷെ അതിലൂടെ മരണം സംഭവിക്കുമെന്നൊക്കെ തോന്നുന്ന തരത്തിൽ രോഗം മൂർച്ഛിക്കുന്ന സാഹചര്യമോ ഡോക്ടർമാരുടെ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ ഒളു നിർവഹിക്കേണ്ടതില്ല, അതല്ലെങ്കിൽ കുളിക്കേണ്ടതിന് പകരം തയമ്മം ചെയ്യാവുന്നതാണ് എന്നാണ് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ.